ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. 100 ഡേയ്സ് ചാലഞ്ചിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, പാർട്ട് 1 കാണാത്ത ആരിലേക്ക് ഉണ്ടെങ്കിൽ ദയവ് ഇത് പോയി കാണാൻ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മരത്തിൻ്റെ അടിയിൽ ട്രീൻ്റെ അണ്ടർ ബേസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അത് മരത്തിൻ്റെ അടിയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊരു സ്പെഷ്യലാണ്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കിട്ടിയൊരു എൻ്റെ ഐഡിയയിലൂടെ കിട്ടിയ ഒരു സംഭവമാണത്. ഓക്കെ, അപ്പോൾ അതും പിന്നെ ചെറിയൊരു ഫാം അങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ഫോക്സ് എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടൈം ചെയ്യണം എന്നാണ് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. നമുക്ക് സമയം കണ്ടുമ്പോൾ നേരെ വീഡിയോയിട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം കണ്ടെത്തി നല്ലൊരു മരമാണ് കണ്ടെത്തുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലുള്ള മരം ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ എത്ര ഹെൽത്ത് കുറയണ്ടേ. ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, നമ്മുടെ പ്ലാൻ കാലത്ത് നമ്മൾ ഫ്രണ്ടത്തെ ഈ മരം ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ വീട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ക്ലിയറും കാര്യങ്ങളാക്കണം. നമ്മളെ തൊട്ടടുത്തുള്ള മരങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലായിരിക്കും നമ്മളെ ബേസ് എങ്ങനെ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല എങ്ങനെയെന്നുള്ളത്. ചില അറിയുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീടുണ്ടാക്കുന്ന അണ്ടർ ബേസിലോട്ട് തുടങ്ങിയേക്കാം. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടല്ലോ, ട്രാപ്പ് ഡോർ അത് നമുക്ക് കയ്യിലെടുത്തിട്ട് ഇവിടെ കണ്ടോ, ഈ മരത്തിൻ്റെ അടുത്തായിട്ട് ഇത് വയ്ക്കുക. ഇവിടെയും ഒന്ന് വയ്ക്കുക, അതിൻ്റെ മുകളിലും ഒന്ന് ഇതേപോലെ റീപ്ലേസ് ചെയ്യുക. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും 3 സൈഡിലും ഇതേപോലെ ചെയ്യണം. ഇതിവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ നമുക്ക് ഇതിനടിയിലും ഇതുപോലെ പുറകത്തെ വശം കൂടി സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബാക്കത്തെ വശം കൂടി സെറ്റ് ആക്കിയിട്ട് നമ്മൾ വേണ്ടതിൻ്റെ ആക്സ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടത്തെ സംഭവം ഉണ്ടല്ലോ ഇതാണ് പൊളിച്ച് മാറ്റുക. ഈ വുഡും കാര്യങ്ങളൊക്കെ 3 വുഡും മാറ്റിയെടുത്തിട്ട് ഓക്കെ ഇതേപോലെ നമുക്ക് ഡോർ എടുത്തിട്ട് ഡോർ എടുക്കുക. ഡോർ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് അതേപോലെ ഇവിടെ എങ്ങനെയുണ്ട് റീപ്ലേസ് ചെയ്യുക. അതേപോലെ കണ്ടോ, ഇപ്പോൾ സെറ്റ് ആയില്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോർ തുറന്നിട്ട് ഇതിന് അടിയിലോട്ട് ഒന്ന് അണ്ടർഗ്രൗണ്ട് ഇല്ല, അപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് കുറച്ച് അടിയിലോട്ട് ഇതൊന്നും ഇവിടെ ഓപ്പൺ നമുക്ക് അടയ്ക്കാതെ. ഓക്കെ, നമുക്ക് നേരെ അടിയിലോട്ട് ഒന്നും കൂടി അടിക്ക് കുഴിച്ച് പോകുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 5x5 എന്ന രീതിയിൽ വേണം നമുക്കൊരു ഏരിയ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ, ഈ സമയം ഇവിടെ നിന്ന് 5x എന്ന രീതിയിൽ നമുക്ക് ഇവിടെ മുന്നിലേക്ക് ഒരു 5 ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് സൈഡിലും ഇതേപോലെ 5 ബ്ലോക്ക് എടുത്തിട്ട് 5x5 എന്ന രീതിയിലാണ് നമ്മുടെ ഏരിയ സെറ്റ് ആക്കാൻ വേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഏകദേശം നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മറ്റേ ഇതുണ്ടല്ലോ സ്റ്റെയർ എടുത്ത് നമുക്ക് ഇതേപോലെ എല്ലാ മൂലയ്ക്കും ഇതേപോലെ ഒന്ന് വയ്ക്കാം. ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബോറാവും. നമുക്കിത് ബ്ലോക്ക് ഇങ്ങനെ വിട്ടിട്ട് ഈ 4 മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരുപാട് നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക ഒരു പ്ലാങ്ക് ഒക്കെ സെറ്റാക്കിയിട്ട് എന്താ പറയുക ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഈ ഏരിയയിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ മെൽറ്റിംഗ് ഏരിയ സെറ്റാക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ 2 സൈഡ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്കൊരു ബെഡ് വെക്കാനുള്ളൊരു സ്ഥലം കൂടി നമ്മൾ സെറ്റാക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ട ബേസ് മറ്റേതുണ്ടല്ലോ സ്റ്റോറേജ് ഏരിയയും സ്മെൽറ്റിംഗ് ഏരിയയും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബെഡ് വയ്ക്കാനുള്ള ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് മുകളിലത്തെ 2 ഇതുണ്ടല്ലോ ഇത് കാര്യങ്ങൾ റിമൂവ് ആക്കിയിട്ട് 2 ബ്ലോക്കും ഇവിടുന്ന് സ്ഥലം എടുത്തിട്ട് നമുക്കൊരു ബെഡ് വയ്ക്കാനുള്ള ഗ്യാപ്പ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കി എടുക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ 2 ബ്ലോക്കും കൂടി വെട്ടിയിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ബെഡ് വയ്ക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ 2 ബ്ലോക്ക് റിമൂവ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാമല്ലോ. ഗൈസ്, 2 ബ്ലോക്കിൻ്റെ ആവശ്യമില്ല തോന്നുന്നു, 1 ബ്ലോക്ക് മതിയല്ലേ. നമുക്ക് എന്തായാലും 1 ബ്ലോക്ക് മാത്രം വെച്ചാൽ മതി. ഓക്കെ, സെറ്റ്. ഇനി നമുക്കിത് മുകളിൽ പോയിട്ട് ബെഡും വേണ്ട ചെസ്റ്റും കാര്യങ്ങളൊക്കെ മുകളിലത്തെ ബേസിലുള്ളത്. അപ്പോൾ നമുക്കത് 2 കൂടി എടുത്തിട്ട് നേരെ വരാം ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ബെഡും കാര്യങ്ങളും മുകളിലത്തെ ബേസിലുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളും നമ്മൾ കയ്യിലെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാത്രം പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ബെഡ് നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട മെൽറ്റിംഗ് ഏരിയയ്ക്ക് വേണ്ട ഫർണസും കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം ഈ ഒരു ഏരിയ കൊണ്ട് വയ്ക്കാം. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇനി നമുക്കിവിടെ ഫില്ലാക്കണം. ഇനിയും നമുക്ക് വേണ്ട ആവശ്യമുള്ള സമയത്ത് മാത്രം സെറ്റാക്കി മാറ്റി. ഇനി നമുക്ക് ക്രാഫ്റ്റ് ടൈം ഇവിടെ. ഓക്കെ, ഇത് നേരെ എടുത്തിട്ട് നമുക്ക് ഇവിടെയും കൂടി സെറ്റാക്കിയേക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് വേണ്ട ചെസ്റ്റ് നമുക്ക് മുകളിലാണുള്ളത് തോന്നുന്നല്ലേ. ഓക്കെ, മുകളിൽ അത് മുകളിൽ നമ്മൾ എടുത്തിട്ട് അപ്പോൾ മുകളിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കണം. അതിന് നമുക്ക് ഈ നമ്മളെ കയ്യിലുള്ള ഏരിയ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഫർണസുകളിലൊക്കെ നമുക്ക് എല്ലാ ഐറ്റംസും ഇതിനുള്ളിൽ തന്നെ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ കൊണ്ടുവില്ല. നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് മൊത്തം നമ്മളെ ഫർണസിലോട്ട് നമ്മൾ വെക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കയ്യിലുള്ള മുകളിലുള്ള ചെസ്റ്റും കാരണം 2 ചെസ്റ്റ് ഉണ്ട്. അതിൻ്റെ 2 ചെസ്റ്റും കാരണം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ചെറുതായിട്ട് പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, 2 കാരണം സെറ്റാക്കി. നമ്മൾ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഈ ചെസ്റ്റിൽ തന്നെ കൊണ്ടിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ അണ്ടർഗ്രൗണ്ടിൽ ട്രീ ഹൗസിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ബേസ് നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കുറച്ച് ഡെക്കറേഷനൊക്കെ സെറ്റാക്കണം. നമുക്ക് പിന്നെ അടുത്തടുത്ത് പാട്ട് നമുക്ക് ഇടാവുന്നതാണ്. നമുക്ക് സെറ്റാക്കാം. പിന്നെ കുറച്ച് വെളിച്ചം കാര്യങ്ങൾ ടോർച്ചും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത പണി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫാം സെറ്റാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു 32 സീഡ് കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായി. നമുക്ക് ഈ ജംഗിളിൽ തന്നെ ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിട്ട് നമുക്ക് ചെറിയൊരു ഫാം കഴിഞ്ഞ് സെറ്റാക്കണം. അതിന് നമുക്ക് അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇതെന്തായാലും ഒരു 5 എന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടണം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് തർക്കരി ടോർച്ച് ഇങ്ങോട്ട് പൊട്ടിച്ചേക്കാം. പിന്നെ നമുക്ക് ടൈം ചെയ്യാൻ വേണ്ടി നമ്മൾ പുറകെ തന്നെ ഒരു ചെറിയൊരു ഫോക്സ് അതിനെന്താ പറയുമല്ലോ,
ഇതന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ചെറിയൊരു ബോൺ എത്രയായിട്ട് ബോണുണ്ട്. ഓ ഗൈസ് ഒരു ബോണുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോൺ വെച്ചിട്ട് നമുക്ക് ഇതിനെ ടൈം ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗൈസ് നമുക്കൊരു ബോൺ കൊടുത്ത് കിട്ടുമോ നമുക്ക് ടൈം. ഓക്കെ, അപ്പോൾ അതിന് പറഞ്ഞേക്കാം. അപ്പോൾ ഗൈസ് ഒരു ബോൺ കിട്ടിയ കാര്യം ഒരു 5-8 ബോൺ വേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു നൈറ്റ് മൊത്തം ഒരു കാട്ടിൽ മൊത്തം ഇറങ്ങി നടക്കേണ്ടി വരും. എന്നാലും നമുക്ക് എന്ത് പറ്റുള്ളൂ, സ്കെൽറ്റനെ തട്ടിയിട്ട് നമുക്ക് ബോൺ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നൈറ്റ് അവിടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ നമുക്ക് ഫാമിൻ്റെ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫിനിഷാക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫാമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് ഈ നൈറ്റ് നിന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബോൺ കാര്യം സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും കുറച്ച് ബോൺ കാര്യം ഒപ്പിക്കട്ടെ. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ബോൺ കാര്യം സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് കാര്യം സെറ്റ് ആക്കണം. അതിന് നമുക്ക് എത്ര 2 വരെയായിട്ട് മതി തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഫാമിന് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 ബക്കറ്റ് കാര്യം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ബക്കറ്റ് കൂടി ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ 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 ബക്കറ്റ് പറയാം. ഓക്കെ, അങ്ങനെ 2 ബക്കറ്റുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ പോയിട്ട് എന്തുണ്ടാക്കണം, വെള്ളം കാര്യങ്ങൾ തപ്പിയെടുക്കണം. ഇതിപ്പോൾ എവിടെയാണ് പോയി വെള്ളം കാണുന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വരുന്ന വഴിക്ക് വെള്ളം കാര്യങ്ങൾ ഒപ്പിച്ചിട്ട് 2 ബക്കറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു ബക്കറ്റ് ഇവിടെ, അടുത്ത ബക്കറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. ഇത് ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയല്ലേ. ഇത് മൊത്തം പോയല്ലോ. നമുക്കൊന്ന് ഫസ്റ്റ് തൊട്ട് ഒന്ന് ഒക്കെ പാടി ഒന്ന് എല്ലാം ഒന്ന് സീഡ് ഇങ്ങനെ പറക്കിട്ട് ഒന്നും കൂടി കുഴിച്ചിട്ടേക്കാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ഫാമിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇതുണ്ട്, കുറുക്കുണ്ട്. നമുക്ക് നേരെ നമുക്ക് 19 ബോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടൈം ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇത് 2 കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ആയോ സെറ്റ്. ഓക്കെ, നമുക്ക് പുതിയൊരു ഫ്രണ്ടിൽ കൂടി കിട്ടിയിട്ട് നമുക്ക് നെയിം ടാഗ് അങ്ങനെ സെറ്റ് ആക്കണം. നെയിം ടാഗ് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ വാ. ഹലോ അങ്ങോട്ട് വാ. അവിടെ പിന്നെ പേരിടണല്ലോ, എന്ത് പേരിടാം. നമുക്ക് അടുത്ത വെള്ളം പേരിടാം. ഓക്കെ, പിന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ബോണും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇനി പിന്നെ ഒരു കൂട്ടുണ്ടാക്കണം. കൂട്ടിന് നമുക്ക് എന്തായാലും അത്യാവശ്യം ബോണും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമുക്ക് ഈ ബോണും കാര്യം എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇവൻ തന്നെ വിളിച്ചിട്ടൊന്നും വരാത്തത്. ഇവിടെ വാടാ. ഷടാ, ഇതെന്തത്? ഓക്കെ, അവ വന്നോളും. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കാര്യം കൂടെ വൈൻഡ് ചെയ്യാണ്. കാരണം വെച്ചാൽ നമുക്ക് ചെറിയൊരു പാട്ടായിരിക്കും. നമ്മൾ ഒരു ബേസും കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ സൈഡിൽ മൊത്തം പന്നികൾ. നമുക്ക് ഗ്രില്ലടിക്കാം. ഗ്രില്ല് നമുക്ക് കുറച്ച് കുരുമുളകും ഒക്കെ അടിച്ചിട്ട് ആ പന്നി വേഗം വണ്ടി കയറി. ഓക്കെ, അപ്പോൾ ഈ സിന്ധു പടി കാര്യം എടുത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് പുതിയൊരു കൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ട് 3 ഇടാമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിന്ധു പടി എടുത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1K ഫാമിലിയാണ്. അപ്പോൾ ബൈ ഗൈസ്.